സമാധാനമായി. ആ പ്രേതത്തിന്റെ സിനിമ ഓഫാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഒറ്റയ്ക്കിരുന്ന് കാണാനേ പേടി തന്നെയാണ്. അല്ലെങ്കിലും അതിലുള്ള പ്രേതത്തിനെ കാണുമ്പോഴേ പേടിയാവുന്നുണ്ട്. പിന്നെ ഇവളുടെ മുന്നിൽ ഞാൻ ധൈര്യം അഭിനയിച്ചതല്ലേ. ഇവളെന്താ ഇങ്ങനെ മുഖവും താഴ്ത്തി നിൽക്കണോ? എടി കുഞ്ഞാവേ, കുഞ്ഞാവേ, നീ എന്താണ് ഇങ്ങനെ മുഖവും താഴ്ത്തി നിൽക്കണത്? നിനക്കെന്തെങ്കിലും പറ്റിയോ? എടി കുഞ്ഞാവേ, ഇങ്ങോട്ട് നോക്കടി. ആരാടി കുഞ്ഞാവ? ഞാൻ കുഞ്ഞാവയൊന്നുമല്ല. കുഞ്ഞാവേലെന്നോ? പിന്നെ നീ ആരാണ്? ഞാനാണ് നീലി. നീലിയോ? നീ നീല കളർ ഡ്രസ് ആയിട്ടതെന്ന് എനിക്കറിയാം. അതിനെന്തിനാടി നീ ഇങ്ങനെ നീലിയാണെന്നൊക്കെ പറയണത്? നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. ഞാനാണ് കള്ളിയങ്കാട്ട് നീലി. കള്ളിയങ്കാട്ട് നീലിയോ? ഇവൾ എന്തൊക്കെയാ പറയണത്? നീ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കടി. ഞാനെങ്ങാൻ തിരിഞ്ഞു നോക്കിയാൽ നീ പേടിച്ചു പോകും. നീ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ എന്തിനാ പേടിക്കുന്നത്? എടി കുഞ്ഞാവേ, നീ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണമല്ലേ? നിന്നോട് പറഞ്ഞില്ലേ ഞാൻ കള്ളിയങ്കാട്ട് നീലിയാണെന്ന്? കുഞ്ഞാവേ, എടി കുഞ്ഞാവേ, നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? എനിക്ക് പേടിയാവുന്നു. നിന്റെ മുഖത്തിന് എന്ത് പറ്റി? നീ എന്താ മുഖം ഇങ്ങനെയൊക്കെ വെച്ചത്? എന്ന് മര്യാദയ്ക്ക് നിൽക്ക്. നിനക്ക് പേടിയാവണം. നിന്റെ രക്തം ഞാൻ ഊറ്റി കുടിക്കും. നീയല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത് നിനക്ക് പ്രേതത്തെയൊന്നും പേടിയില്ല എന്ന്? നിനക്ക് പ്രേതങ്ങളെയൊന്നും പേടിയില്ല അല്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാമെടി. നിന്റെ ശരീരത്തിലെ മുഴുവൻ രക്തവും ഞാൻ കുടിക്കും. അയ്യോ അമ്മ, ഓടിവാ, ഓടിവാ. നീ വിളിച്ചു കൂവിയിട്ടൊന്നും കാര്യമില്ലടി. നിന്റെ ശബ്ദമൊന്നും പുറത്തു കേൾക്കില്ല. നീ എത്ര ഉറക്കെ വിളിച്ചു കൂവിയിട്ടും കാര്യമില്ല. അമ്മ, അമ്മ, ഓടിവാ, ഓടിവാ. അങ്ങോട്ട് മാറി നിൽക്കടി. നിനക്കെന്റെ നീണ്ട വെളുത്ത കൂർത്ത പല്ലുകൾ കാണണോ? കാണണോ എന്ന്? അയ്യോ വേണ്ട വേണ്ട, എനിക്കൊന്നും കാണണ്ട. നീ ആ കുഞ്ഞാവയെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ അവളോട് കുറച്ചു മുന്നേ പറഞ്ഞില്ലേ നിനക്ക് പ്രേതത്തെയൊന്നും പേടിയില്ല എന്ന്? പിന്നെ എന്തിനാണ് നീ ഇപ്പം പേടിക്കുന്നത്? അത് പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതാ. കുഞ്ഞാവ് എവിടെ? കുഞ്ഞാവ് എവിടെ എന്ന്? അവൾ അപ്പുറത്തെ റൂമിലുണ്ട്. അവളുടെ രൂപത്തിൽ വന്ന പ്രേതമാണ് ഞാൻ. അമ്മ, ഒന്ന് ഓടി വാ അമ്മ. എന്തുവാണ് ഇവിടെ നിന്നാൽ ബഹളം കേൾക്കണത്? കുറെ സമയമായല്ലോ തുടങ്ങിയിട്ട്. അമ്മ, എന്തിന്? എന്താണ് നീ തിട്ടയ്യാൻ പാടുന്നത്? അമ്മ, നീ കുഞ്ഞാവ് പ്രേതമാണ്, പ്രേതം. ദേ പെണ്ണെ, ഒരൊറ്റ വീക്കങ്ങ് വെച്ചേ കേട്ടോ. കുറെ സമയമായി, ഞാൻ ക്ഷമിക്കുന്നു. നിന്റെ കുരുത്തക്കേട് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ കുഞ്ഞാത്തെ. എന്തിനാണ് നീ ഇങ്ങനെ അലറി കൂവിയത്? അമ്മ, അമ്മ കാണുന്നില്ലേ? ദേ ഇപ്പത്തെ പ്രേതമുള്ളത് അമ്മ കാണുന്നില്ലേ? പ്രേതമോ? എവിടെ? ഒറ്റയ്ക്ക് ലൈറ്റും ഓഫാക്കി ഇരുന്നിട്ട് ഓരോ സിനിമ കാണും. എന്നിട്ട് തുടങ്ങിക്കോളും പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞിട്ട്. നിന്നോട് ആരടി പ്രേതത്തിന്റെ സിനിമ കാണാൻ പറഞ്ഞത്? അതല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അമ്മ, അമ്മയുടെ കണ്ണ് എവിടെയാ ഉള്ളത്? അമ്മ ഒന്ന് ഇപ്പത്തേക്ക് നോക്ക്. ഇവിടെയാ പ്രേതമുള്ളത്. ഇവിടെ ഞാനൊന്നും കാണുന്നില്ലല്ലോ പ്രേതത്തെയും ഭൂതത്തെയും ഒന്നും. കാണുന്നില്ലേ? അവളെവിടെ പോയി? ആരെവിടെ പോയെന്നാ നീ ചോദിക്കുന്നത്? നീലി. നീലിയോ? ഏത് നീലി? നീയേ അപ്പുറത്തുള്ള ദിവാനാരേട്ടന്റെ വീട്ടിലത്തെ നീലിയുടെ കാര്യമാണോ പറയണത്? ഓ അല്ല അമ്മ, കള്ളിയങ്കാട്ട് നീലി. കള്ളിയങ്കാട്ട് നീലിയോ? ഡി പെണ്ണെ, എന്നെ അധികം വെറുതെ ദേഷ്യം പിടിപ്പിച്ചാലേ കള്ളിയങ്കാട്ട് നീലി ഞാൻ തന്നെയും ആകും. പിന്നെ നിന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊല്ലും. മര്യാദയ്ക്ക് എന്തോന്നാന്ന് വെച്ചാൽ തെളിച്ച് പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ, അവളില്ലേ കുഞ്ഞാവ? അവളുടെ ദേഹത്തെ പ്രേതം കയറി. അവളുടെ രൂപത്തിലെ ഇവിടെ കള്ളിയങ്കാട്ട് നീലി വന്നു. ആ പ്രേതം ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ ചോര കുടിക്കുമെന്നൊക്കെ പറഞ്ഞു. ഒരു രക്തദാഹിയായ പ്രേതം. സത്യമാ ഞാൻ പറയണതമ്മ. അപ്പൊ അതാണോ കാര്യം? എടി കുഞ്ഞാവ് ഇപ്പ നിന്റെ അടുത്ത് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയത്. പോകുന്നത് ഞാൻ കണ്ടല്ലോ. അവള് നടന്നു പോകുന്നത് തന്നെയാണോ അമ്മ കണ്ടത്? അല്ലടി അല്ല, അവളെ പറന്നു പോകുന്നതാ ഞാൻ കണ്ടത്. എന്തേ? വെറുതെ ഓരോന്ന് പിച്ചും പെയ്യും പറയൂ. സത്യമാ അമ്മ, അവൾ പ്രേതമാണ്, പ്രേതം. പ്രേതമല്ല, ഭൂതം. നിന്നോടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. നീ കുഞ്ഞാവേ, കുഞ്ഞാവേ, ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. വേണ്ടമ്മ വേണ്ട, അവളെ വിളിക്കണ്ട. അവളുടെ മുഖമൊക്കെ വികൃതമാണ്. എന്നിട്ട് അവളുടെ കഴുത്തിൽ നിന്നും രക്തം ഊറ്റി കുടിക്കുമെന്നൊക്കെ പറഞ്ഞു. നിന്റെ രക്തം ഞാനിപ്പോൾ ഊറ്റി കുടിക്കും. മിണ്ടാതിരിക്കാനാ നിന്നോട് പറഞ്ഞത്. കുഞ്ഞാവേ, എടി കുഞ്ഞാവേ, ഇങ്ങോട്ടേക്ക് വരാനാ നിന്നോട് പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വാടി. എന്താ അമ്മ? അമ്മ എന്നെ വിളിച്ചോ? ഇവൾ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പറയുന്നത്? എന്താ അമ്മ? എനിക്കൊന്നും മനസ്സിലായില്ല. നീ ഇവളെ പേടിപ്പിച്ചോ? പേടിപ്പിച്ചോന്ന്? പിന്നെ ഞാനെങ്ങാനും
ഇവളല്ലേ ഇപ്പൊ കുറച്ച് മുന്നേ ടി വി കാണുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞത് അവൾക്കൊരു പേടിയുമില്ല, പേടി മുഴുവൻ എനിക്കാണെന്ന്. പിന്നെ ഇവൾ എന്തൊക്കെയായി പറയണത്? അവൾക്ക് വട്ടാണമ്മ, വെറുതെ അവൾ ഓരോ പിച്ചും പെയ്യും പറയുക. അല്ല അമ്മ, സത്യമായിട്ടും അല്ല അമ്മ, ഞാൻ പറയുന്നത് മുഴുവൻ സത്യമാണ്. ദാ നോക്കമ്മ, ഇവൾ പ്രേതമാണ്, പ്രേതം. ദേ പെണ്ണെ, വെറുതെ ഓരോ സിനിമയും കണ്ടുവച്ചിട്ട് എന്നോട് തർക്കിക്കാൻ നിന്നാലുണ്ടല്ലോ, നിന്റെ ഈ രണ്ട് ഉണ്ട കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. നിന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് രണ്ടക്ഷരം എടുത്തു വെച്ച് പഠിച്ചോ എന്ന്. അതെങ്ങനെയാ? സ്കൂളില്ലെങ്കിൽ ബുക്ക് എന്നൊരു സംഗതി കൈകൊണ്ട് പോലും തൊട്ടു പോകില്ലല്ലോ. ആ സമയം നോക്കിയിട്ട് ഇങ്ങനെ ഓരോ പ്രേതത്തിന്റെ ഭൂതത്തിന്റെ സിനിമ കാണും, എന്നിട്ടോ ബാക്കിയുള്ളവർക്ക് സ്വൈര്യക്കേടുണ്ടാക്കും. അമ്മ, അവൾ വെറുതെ ഓരോന്ന് കണ്ട് പേടിച്ചതാണ്. ഞാൻ ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ പ്രേതമായിട്ടോ ഭൂതമായിട്ടോ ഒന്നുമല്ല. ഇവക്ക് വെറുതെ ഓരോന്ന് തോന്നുക, എന്നിട്ട് ഇങ്ങനെ വെറുതെ പേടിച്ചിരിക്കുകയാണ്. നുണ പറയുന്നടി. അപ്പം നീ എന്നെ പറ്റിച്ചതാണല്ലേ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഒന്ന് പോടി അവിടുന്ന്. ഇനി ഇങ്ങനെ രണ്ടും കൂടി ഇവിടെ നിന്ന് തല്ലുപിടി കൂടിയാൽ അടുപ്പത്ത് നല്ല തിളക്കണ വെള്ളമുണ്ട്, അതെടുത്തോണ്ട് വന്നിട്ട് രണ്ടിന്റെ തലയിലൂടെ ഞാൻ ഒഴിച്ചു തരും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇങ്ങനെ ഉണ്ടോ രണ്ട് കുട്ടികൾ എവിടെയെങ്കിലും? എന്റെ ദൈവമേ, ഈ ഞായറാഴ്ചയും കൂടി സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യന്റെ ചെവിക്ക് കുറച്ചെങ്കിലും സ്വസ്ഥത ഉണ്ടായേനെ. രണ്ട് സ്വല്ലപ്പാട് കുട്ടികൾ. മോളെ കുഞ്ഞാറ്റേ, നീ പേടിച്ചോ? നീ എന്തിനാടി ഇവിടെ കയറിന്നിട്ട് വീണ്ടും എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നത്? നിന്നോടാ പോയിക്കോളാൻ പറഞ്ഞത്. ഇതൊക്കെ നിന്റെ അടവായിരുന്നല്ലേ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ പാലും വെള്ളത്തിൽ തരും. അങ്ങനെയൊന്നും പറയാതെ മോളെ, ഇത് ഞാൻ തന്നെയാ, നീലി. നീലി, കള്ളിയങ്കാട്ട് നീലി. കണക്കായിപ്പോയി. ഒരിക്കൽ പേടിച്ചെന്ന് കരുതി എപ്പോഴും ഞാൻ പേടിക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഒരു നീലി വന്നിരിക്കുന്നു. എന്തായാലും എന്റെ പൊന്നു മോളെ, ഒരിക്കലാണെങ്കിൽ ഒരിക്കൽ പേടിച്ച് ചമ്മി നാറിയല്ലോ. എനിക്കത് മതി. ഞാനേ ഇനി സ്കൂൾ പോയിട്ട് എല്ലാവർക്കും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കും. പിങ്കി മോളോടും മുസ്മാനോടും ഒക്കെ പറഞ്ഞു കൊടുക്കും. പേടി തൊണ്ടത്തി, അയ്യേ പേടി തൊണ്ടത്തി. ഇങ്ങനെയുണ്ട് എവിടെയെങ്കിലും ഒരു പേടി തൊണ്ടത്തി? അത് പിന്നെ ഞാൻ പേടിച്ചൊന്നുമല്ല, ഞാൻ പേടിച്ചതുപോലെ അഭിനയിച്ചതാ. വീണടെ നിന്ന് ഉരുളണ്ടടി, എനിക്കൊക്കെ മനസ്സിലായി. അയ്യേ ഒരു വലിയ പ്രേതത്തിന്റെ സിനിമ കാണാൻ വന്നിരിക്കുന്നു, പേടി തൊണ്ടത്തി. എനിക്ക് നാളത്തേക്കുള്ള ബ്രേക്കിംഗ് ന്യൂസ് കിട്ടി. നിനക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഞാൻ ചമ്മി നാറിയല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ?